ക്രഷ് രചന നീലാംബരി, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. വിവാഹത്തിനു മുമ്പ് ഒരു ദിവസം ട്രൈ ചെയ്ത് നോക്കിയതാണ് സിൽവർ ബീഡ്സ് പതിപ്പിച്ച പിങ്ക് നിറത്തിലുള്ള ഈ ഗൗണ്. ദേഹത്തെ ചേർത്ത് വെച്ച് തുന്നിയ പോലെ അത്രയ്ക്ക് മനോഹരമായിരുന്നു ഈ വസ്ത്രത്തിൽ ഏകയെ കാണാൻ. ഹിപ്പിന് തൊട്ട് താഴെ മുതൽ ഫ്ലോർ വരെ തട്ടി നിൽക്കുന്ന ഭാഗത്ത് മാത്രം ഒരു നെറ്റ് ലെയറാണ്. അതേ ലെയർ തന്നെയാണ് ഇരുകൈകളിലും ബോട്ട് നെക്ക് പോലെ ചെയ്ത കഴുത്തിന്റെ ഭാഗത്തുമായി വരുന്നത്. അവിടെ എല്ലാം സിൽവർ ബീഡ്സ് നിറയെ പതിപ്പിച്ചിട്ടുണ്ട്. അവളുടെ ചെറുചലനങ്ങൾക്കനുസരിച്ച് അവയൊന്നാകെ വെട്ടിത്തിളങ്ങുമ്പോൾ മിററിൽ കാണുന്ന തന്റെ തന്നെ ഭംഗിയിലേക സ്വയം മതിമറന്നുപോയി. പിന്നിലൂടെ ഒരുവൻ അവളെ പുണർന്നുകൊണ്ട് ഷോർട്ടിൽ താടിത്തുമ്പൂന്നി വയറിലൂടെ കൈ ചേർത്ത് മിറർ വഴി നോക്കിയാണ് അവളെ. പിങ്ക് സ്യൂട്ടിൽ തിളങ്ങി നിൽക്കുന്നവനെ അത്രമേൽ പ്രണയത്തോടെയും കൗതുകത്തോടെയും മിറർ വഴി അവളും കണ്ണെടുക്കാതെ നോക്കി നിന്നുപോയി. ചോരയൂറ്റി കഴിഞ്ഞോ? കുറച്ച് ബാക്കി വെച്ചേക്കണം കേട്ടോ. കുറച്ച് ദിവസം കഴിയുമ്പോഴേ മോൾക്ക് തന്നെ ഉപയോഗപ്പെടും. കാതിൽ കൊക്കുരുമിയാവും പറയുമ്പോൾ വെളുക്കനെ പെണ്ണെന്ന് ചിരിച്ച്, മിറർ വഴി നോക്കി സൂപ്പർ സ്റ്റാർ ഇതന്നല്ലേ ചെയ്യുന്നത്. ചോരയിറ്റല് എനിക്ക് എന്റെ ചോര വേണം കേട്ടോ. 2 രാത്രികളിൽ ഞാൻ മാറി മാറി ഊറ്റി കുടിച്ച നിന്റെ ചോരയായിരുന്നോ? ഓ ഗോഡ്, ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്നിട്ട് മിറർ വഴി അവളെ നോക്കിയൊരു കള്ളച്ചിരിയോടെ പറയുകയാണ് അവൻ. ഈ വൈരി വർഷത്തിനും പറയാതെ എന്നെ കാണാൻ എങ്ങനെയുണ്ടെന്ന് പറ, കൊള്ളാവോ? കടിച്ചിങ്ങനെ തിന്നാൻ തോന്നുക. ഇന്ന് രാത്രി ഇങ്ങനെ വല്ലതും നടക്കുവോ? പെട്ടെന്ന് അവൾ അവൻ അഭിമുഖമായി തിരിഞ്ഞു നിന്നു. അവളുടെ പിന്നിലായി കൈ കോർത്ത് പിടിച്ച് അവൻ അവളെ നോക്കി നിന്നു. എന്താ ആലോചിക്കുന്നത്? എങ്ങനെ നടത്താമെന്നാണോ? അവസരം തന്നാ വെട്ടിപ്പായിട്ട് ഞാൻ തന്നെ എല്ലാം ചെയ്തേക്കാം. അയ്യടാ, ഞാൻ അതൊന്നല്ല ആലോചിച്ച്. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ എപ്പോഴാണ് വൈകിയൊന്ന് ഫ്രീ ആവുക? വൈൻ്റെ ലൈഫ് എപ്പോഴും ഇങ്ങനെ ആയിരിക്കുമോ? പാർട്ടികളും തിരക്കും ഷൂട്ടും യാത്രകളൊക്കെ ആയിട്ട് ചോദിക്കുമ്പോൾ ആളുടെ മുഖത്ത് ചെറിയൊരു നിരാശയുള്ള പോലെ അവന് തോന്നി. 2-3 ദിവസം കൊണ്ട് മടുത്തോടി നിനക്കെന്നെ? ഏയ് അങ്ങനെയല്ല, എനിക്ക് എൻ്റെ വൈരിനെ മാത്രമായിട്ട് ഒറ്റയ്ക്ക് വേണം. നമ്മൾ മാത്രം. വൈരിനെ ആരും തിരിച്ചറിയാത്തൊരിടത്ത് പോയി മാസ്ക് ഓടിയൊന്നുമില്ലാതെ ഞാൻ ഇത്രയും കാലം ജീവിച്ച പോലെ എൻ്റെ ഒപ്പം വൈരിനും വേണം. അങ്ങനെയൊക്കെ ഒരു തോന്നൽ. അത് ഈ കേരളത്തിൽ പോയിട്ട് ഇന്ത്യയിൽ പോലും നടക്കില്ല. അതായത് ലൈഫ്. പക്ഷെ നമ്മൾ പറക്കില്ലേ മോളെ. ആദ്യം ഞാൻ എൻ്റെ ഈ റെസ്റ്റ് എടുപ്പൊന്ന് അവസാനിപ്പിക്കട്ടെ. അത് കഴിഞ്ഞ് എനിക്കിതിനെ മൊത്തമായിട്ട് വേണേക. നമുക്ക് നമ്മുടെ ലൈഫ് ശരിക്കും ആസ്വദിക്കണ്ടേ? അതൊക്കെ ഒന്ന് സെറ്റായ ശേഷം ഈ ലോകം മുഴുവൻ നിന്നെ കൊണ്ട് പറന്ന് നടക്കുക വൈരിൻ ഒരേ ആളാനും മുറുകെ പുണർന്നു. ഒരുപാട് 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 സ്നേഹിക്കാൻ തോന്നുന്ന വൈരിൻ. വൈരിനേക്കാളും എനിക്കാ സ്നേഹം കൂടുതൽ. ഓ റിയലി? അങ്ങനെയാണോ? സ്നേഹിപ്പിക്കാലോ. ഒരായുസ് മുഴുവൻ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ കിടക്കുമല്ലേ ഏക. നിന്റെ ആ സ്നേഹം മുഴുവൻ ഒരു തുള്ളി പോലും കുറയാതെ മുഴുവനായും പാനം ചെയ്യണം എനിക്ക്. വാതിൽ കേട്ട നോക്ക് ശബ്ദം കട്ടുറുമ്പായതും വൈര്യൻ തന്നെയാണ് പോയി വാതിൽ തുറന്നത്. വാമിക റെഡിയായി വന്ന് നിൽക്കുകയാണ്. ഒരു ബ്ലൂ കളർ ഗൗണാണ് അവിടെ വേഷം. ഏകയെ കണ്ടതും വിടർന്ന കണ്ണുകളുമായി അവൾ അകത്തേക്ക് ഓടിക്കയറി. ഇരുവരും പരസ്പരം കൈകോർത്ത് പിടിച്ച് വട്ടമിട്ടൊന്ന് കറങ്ങി. ആ ചിരിയൊലികൾ കേൾക്കെ വൈര്യൻ നേർത്തൊരു പുൻചിരിയോടെ അവരുടെ ചിത്രം തന്റെ ഫോൺ ക്യാമറയിൽ പകർത്തി. പല കാറുകളിലായിട്ടാണ് എല്ലാവരും കൺവെൻഷൻ ഹാളിൽ എത്തിയത്. വലിയ ആളിൽ അതിഥികൾ അപ്പോഴേക്കും സ്ഥാനം പിടിച്ചിരുന്നു. വൈര്യന്റെ കയ്യിൽ കൈകോർത്ത് പിടിച്ച് ഹാളിന്റെ നടുവിലൂടെ ഏക നടക്കുമ്പോൾ വർമ്മ ഫാമിലി മൊത്തം അവർക്ക് പിന്നിലുണ്ടായിരുന്നു. സ്റ്റേജ് പോലെ സെറ്റ് ചെയ്തിരുന്ന ഭാഗത്തായി ഇരുവരും നിൽക്കുമ്പോൾ പിങ്ക് നിറത്തിൽ ഒരുപാട് ലെയറുകളുള്ള വലിയൊരു കേക്ക് സ്റ്റാഫുകൾ അവിടേക്ക് കൊണ്ടുവന്നിരുന്നു. കേക്ക് കട്ട് ചെയ്ത് പരസ്പരം മധുരം പങ്കിടുമ്പോൾ കയ്യടി ശബ്ദങ്ങൾ ഉയർന്നിരുന്നു. ഇരുവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കാൻ സിനിമാ മേഖലയിൽ നിന്ന് ഒത്തിരി സെലിബ്രിറ്റികൾ ഫാമിലിയായി അവർക്ക് അടുത്തേക്ക് വന്നിരുന്നു. ഒപ്പം ഒരുമിച്ച് നിന്നുള്ള ഫോട്ടോകൾ എടുത്തിരുന്നു. ഋതുവിനെ ആദരിക്കും വരുണിനൊന്നും വരാൻ കഴിഞ്ഞില്ല. ഏക ആ വിവരം അവർ നേരത്തെ തന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. ഋതുവും വരുണില്ലാത്തതുകൊണ്ട് മാത്രമാണ് ആതിരയും വരാതിരുന്നത്. നൈറ്റ് പാർട്ടിയിൽ അവൾ തനിച്ചാവുമെന്ന തോന്നലായിരുന്നു ആതിരയിൽ മുന്നിട്ട് നിന്ന്. ഋതുവിന്റെയും വരുണിന്റെയും വിവാഹത്തിന് ഒത്തുകൂടി അടിച്ചു വിളിക്കാമെന്ന് 3 പേരും ചേർന്ന് ഏകക്ക് ഉറപ്പുകൊടുക്കുമ്പോൾ അവരെ കൂടുതൽ നിർബന്ധിക്കാനും ഏക പോയില്ല. ക്ഷണിക്കപ്പെട്ട അതിഥികളെല്ലാം ഭക്ഷണം കഴിച്ച് പിരിഞ്ഞുകൊണ്ടേയിരുന്നു. ബിഗ് സ്ക്രീനിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന സിനിമാ നടന്മാരെയും നടിമാരെയും ഒക്കെ നേരിട്ട് കണ്ട എക്സൈറ്റ്മെന്റ് കൂടി ഏകക്കുണ്ടായിരുന്നു. ഡ്യൂട്ടിയുടെ ഭാഗമായി ബാംഗ്ലൂർ വെച്ച് ചിലരെയൊക്കെ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അതുപോലെ അല്ലല്ലോ ഇനി അങ്ങോട്ടുള്ള കൂടിക്കാഴ്ചകൾ. വൈര്യന്റെ ഭാര്യ എന്ന ലേബൽ അവൾക്ക് മുമ്പിൽ ഒരു ചുഴി പോലെ പ്രത്യക്ഷപ്പെട്ടങ്ങനെ നിൽക്കുകയാണ്. അതിലേക്ക് വീണ് മുങ്ങിത്താഴുമ്പോൾ എത്തിപ്പെടുന്ന ഏതോ സ്വർഗലോകത്താണെന്ന് അവൾക്ക് തോന്നിപ്പോയി.
ആ ലക്ഷോറിയസ് കൺവെൻഷൻ ഹാളിൽ മിന്നിത്തിളങ്ങുന്ന സിൽവർ ലൈറ്റുകൾ പോലും യാഥാർത്ഥ്യമോ മിഥ്യയോ എന്നറിയാതെ ആ പെൺകുട്ടിയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇതൊക്കെയൊന്ന് കാണാൻ കഴിയാതെ തന്നെ വിട്ട് ദൂരേക്ക് അകന്നുപോയ അച്ഛനെ അമ്മയെ ഓർത്ത് ആളുടെ ഉള്ളം നീറി. തന്റെ ചോരയിൽ നിന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഒരനിയനുണ്ടായിട്ട് കൂടി അവന് പോലും തന്റെ ചേച്ചിയെ കാണാൻ ഓടിയെത്താൻ കഴിയാത്ത അവസ്ഥ. തന്റെ പ്രിയപ്പെട്ട വിച്ചൂട്ടന്റെ ഓർമ്മ പോലും അവളെ നൊമ്പരപ്പെടുത്തി. ഏയ്, എന്താണോ? സങ്കടാണോ? കാതിലേക്ക് മുഖം അടുപ്പിച്ച് വൈരിൻ ചോദിക്കുമ്പോൾ അവൾ വിളിറിയൊരു ചിരി സമ്മാനിച്ചു അവന്. പിന്നീട് അവളെ ചേർത്ത് പിടിച്ച് അവന്റെ കരം വിട്ട് മാറിയതേയില്ല. രാധികയെ അവളുടെ അമ്മയൊഴികെ ബാക്കിയുള്ള എല്ലാവരും അപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഏകയെ ചേർത്ത് പിടിച്ചുള്ള വൈരിന്റെ ആ നിൽപ്പും ഇരുവരുടെയും മുഖത്ത് തെളിഞ്ഞു കാണുന്ന സന്തോഷമൊന്നും അഞ്ജലിക്കും രേവതിക്കും ദേവനൊന്നും തീരെ പിടിക്കുന്നുണ്ടായിരുന്നില്ല. പ്രിയയും വർഷയും വലിയ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ തന്നെ ഫംഗ്ഷൻ എൻജോയ് ചെയ്തു. വൈകുന്നേരം 4 മണിക്ക് ആരംഭിച്ച വെഡിങ് റിസപ്ഷൻ പരിപാടികൾ ഈവനിങ് 9 മണിയോടെ അവസാനിപ്പിച്ചുകൊണ്ട് പിന്നീട് വർമ്മ ഫാമിലി പോയത് അടുത്ത് തന്നെയുള്ളൊരു സ്റ്റാർ ഹോട്ടലിലേക്കാണ്. അവിടെയാണ് ഫാമിലിയിലെ യങ്സ്റ്റേഴ്സിന് മാത്രമായ ഒരു ചെറിയ പാർട്ടി അറേഞ്ച് ചെയ്തിരുന്നു. നൈറ്റ് പാർട്ടി ആയിരുന്നുകൊണ്ട് തന്നെ വളരെ അടുത്ത ഫാമിലി മെമ്പേഴ്സും ക്ലോസ് ഫ്രണ്ട്സും അല്ലാതെ ഗസ്റ്റുകൾ ഉൾപ്പെടെ പുറത്തുനിന്ന് ആരെയും അവിടേക്ക് പ്രവേശിപ്പിച്ചിരുന്നില്ല. ഓവർനൈറ്റ് പാർട്ടി ആയതുകൊണ്ട് മുതിർന്നവരെല്ലാവരും തിരികെ മാൻഷനിലേക്ക് പോയി. രുദ്രദേവും ദേവികയും മാൻഷനിലേക്ക് തിരിച്ചു പോകുന്നില്ലെന്ന് മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു. റൂഫ് ടോപ്പിന് തൊട്ട് താഴെയുള്ള ഫ്ലോർ മൊത്തമായി വർമ്മ ഫാമിലി റിസർവ് ചെയ്തിരുന്നു. ആ ഫ്ലോറിലെ ഒരു സ്പെഷ്യൽ റൂം വിവാഹച്ചക്കനും പെണ്ണിനും ആഘോഷിക്കാനായി പ്രത്യേകം സെറ്റ് ചെയ്തിരിക്കുന്നു. റൂമിലേക്ക് കടന്നു ഏകയുടെ കണ്ണുകളൊന്നും ഇഴിഞ്ഞു വന്നു. വൈരിന്റെ മുഖത്ത് ആകെ ഒരു കുസൃതി ചിരിയാണ്. ആളതിനെ കൂർപ്പിച്ചു നോയിക്കൊണ്ട് മുറിയെന്ന ആ കണ്ണോടിച്ചു. വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ തന്നെ മൃദുവായ സുഗന്ധം നിറഞ്ഞു നിൽക്കുന്ന റൂമിന്റെ മുഴുവൻ അലങ്കാരവും വൈറ്റ് കളർ തീമിലാണുള്ളത്. വെളുത്ത കർട്ടനുകളും വെളുത്ത ബെഡ്ഷീറ്റുകളും മൃദുവായ ലൈറ്റുകളും ചേർന്ന് ആ റൂമിന് ഒരു സുന്ദരമായ സാന്ത്വന ഭാവം നൽകുന്നു. റൂമിന്റെ നടുവിൽ വലിയൊരു കിങ് സൈസ് ബെഡ്, അതിനു മുകളിൽ വെളുത്ത ഷീറ്റിന് മീതെ ചുവന്ന റോസാപ്പൂകൾ ചിതറി വെച്ചിരിക്കുന്നു. ചിലത് ഹൃദയത്തിന്റെ ആകൃതിയിൽ കൂട്ടിവെച്ചിട്ടുണ്ട്. ബെഡിന്റെ 4 കോണുകളിലും ചെറുതായി റോസ് പെറ്റൽസ് വീണ് കിടക്കുന്നു. ബെഡിന്റെ തലയിണകൾക്ക് ചുറ്റും വെളുത്ത സിൽക്ക് കർട്ടൻ പോലെ ഒന്നൽപ്പം താഴേക്ക് വീണ് നിൽക്കുന്നു. ടേബിളിന് മുകളിൽ ഒരു ചെറിയ ക്രിസ്റ്റൽ വാസിൽ ചുവന്ന റോസുകൾ വെച്ചിട്ടുണ്ട്. അതിന്റെ സമീപത്ത് 2 ഷാമ്പയിൻ ഗ്ലാസുകളും ഒരു ബോട്ടിലും സജ്ജമാക്കി വെച്ചിരിക്കുന്നു. റൂമിലെ ലൈറ്റുകൾ വളരെ മൃദുവായതും അല്പം മങ്ങിയതുമായതിനാൽ ആ മുഴുവൻ ബെഡ്റൂമിനും ഒരു റൊമാൻറ്റിക് ശാന്തമായ അന്തരീക്ഷം ഉണ്ടാവുന്നു. എല്ലാം കണ്ട് കണ്ണു തള്ളിയെങ്കിലും വലിയ മൈൻഡ് കൊടുക്കാതെ അവളവിടെ കണ്ട മിററിന് മുമ്പിൽ പോയി നിന്ന് സ്വയം ഒന്ന് നോക്കി. ഒപ്പം കയ്യിലിരുന്ന ബാഗ് ഡ്രസ്സിംഗ് ടേബിളിന് മുകളിലായി വെച്ചു. ആ ബാഗിനുള്ളിൽ പാർട്ടിക്ക് മുമ്പ് ധരിക്കാനുള്ള വസ്ത്രമാണ്. ഈ വലിയ ഗൗണിനകത്ത് കയറിയെന്ന് അവളാകെ അസ്വസ്ഥയായിരുന്നു. നൈറ്റ് പാർട്ടിക്ക് എന്തായാലും ഈ ഹെവി ഗൗൺ പറ്റില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്താണ് റൂഫ് ടോപ്പിലേക്ക് എത്തുക. ഇമച്ചിമാതെ ചുമലിൽ ചാരി നോക്കുന്നവനെ മിറർ വഴി അവളും കണ്ടിരുന്നു. അവന്റെ മുന്നിൽ നിന്ന് ഗൗൺ അഴിക്കുന്നത് എങ്ങനെയെന്ന് ചിന്തിക്കുകയാണ് ഏക. പുറകിലെ സിപ്പ് ഓപ്പൺ ചെയ്യുക എന്നത് വലിയ ടാസ്ക് തന്നെയാണ്. വൈകുന്നേരം മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നുകൊണ്ട് ഗൗൺ ധരിക്കലും മേക്കപ്പിലൊന്നും അവൾ അറിഞ്ഞുകൂടിയില്ല. ചുമ്മാ അങ്ങ് നിന്നു കൊടുക്കായിരുന്നു വേണം പറയാൻ. എന്നാൽ ഇപ്പോ ഓർത്തുകൊണ്ട് നിൽക്കെ തന്നെ പെട്ടെന്ന് അവിടെ പിന്നിലായി വന്നു നിന്നവൻ ഗൗണിന്റെ പുറകിലെ സിബിൽ പിടിച്ചു മെല്ലെ താഴേക്ക് വലിച്ചുകൊണ്ട് പിന്നിൽ അരയിലായി ഒന്ന് അമർത്തി വെച്ച ശേഷം അവന്റെ വിരലുകൾ നഗ്നമായ അവിടെ പുറത്തുകൂടി പതിയെ എഴിയുന്നതറിയെ വെട്ടിത്തിരിഞ്ഞുകൊണ്ട് ആൾ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. എന്താണ് മോനെ ഉദ്ദേശം? ഇതൊക്കെ എന്താ? ആരുടെ ഐഡിയ? ചൂണ്ടുവിരൽ വരുത്തി മുറിയാകെ ഒന്ന് കറക്കി ചോദിക്കുകയാണ് പെണ്ണ്. എന്റെ ഏക, എന്നാലും ഇതൊന്നും എന്റെ ഐഡിയ അല്ല. ഇതൊക്കെ ഹോട്ടൽ സ്റ്റാഫിന്റെ പരിപാടിയാവും. നവദമ്പതികൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള റൂം സജ്ജമാക്കുന്നത് അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. ഞാനിവിടെ പട്ടിണിയാണെന്ന് പാവങ്ങൾക്ക് അറിയില്ലല്ലോ. എനിക്ക് ബെഡ് റെസ്റ്റ് അല്ലേ, ദേഹളകാൻ പാടില്ലല്ലോ. പറഞ്ഞുകൊണ്ട് പുറകിൽ കയ്യും കെട്ടി അവളെ നോക്കി നിൽപ്പാണ് വൈരി. ആളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. നീ കൂടുതൽ ചിരിക്കണ്ട. ഏതായാലും ഈ മുറി ഇങ്ങനെ ആക്കിയെടുക്കാൻ അവരൊരുപാട് കഷ്ടപ്പെട്ടതല്ലേ. അപ്പൊ ഇത് അലങ്കോലമാക്കാനുള്ള ഉത്തരവാദിത്വം എനിക്ക് കൂടി ഉണ്ടല്ലോ. പാർട്ടി കഴിയുമ്പോ നമുക്കൊന്ന് കാണണം കേട്ടോ. ദേഹം അധികം ഇളകാത്ത വേറെ കുറെ പരിപാടികളുണ്ടല്ലോ. ആളുടെ മുഖമാകെയൊന്ന് കണ്ണോടിച്ചുകൊണ്ട് പല്ലി അടിച്ചു പിടിച്ച് കുസൃതിയോടെ പറയുകയാണ് വൈര്യൻ. ഈ സമയം ചെറിയൊരു ചിരിയോടെ ബാഗിൽ നിന്ന് തനിയെ ധരിക്കാനുള്ള ഡ്രസ്സ് ഇറങ്ങിയ കവറെടുത്ത് അവനെ തള്ളി മാറ്റി ഗൗണും പൊക്കി പിടിച്ച് അവൾ ബാത്റൂമിലേക്ക് ഓടി. ഓടിക്കോ ഓടിക്കോ, ഓടി ഓടി ഏതുവരെ ഓടുമെന്ന് നമുക്ക് നോക്കാം മിസ്സസ് വൈര്യൻ.
നഗരത്തിന്റെ ലൈറ്റുകൾ താഴെ മുഴുവൻ മിന്നിമറിഞ്ഞു നിൽക്കുന്ന രാത്രി മുകളിലെ ആ തുറന്ന റൂഫ് ടോപ്പ് മുഴുവൻ ഗോൾഡൻ ലൈറ്റുകളും ഫെയറി ലൈറ്റുകളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ചുറ്റും വെളുത്ത ടേബിളുകളും പുഷ്പാലങ്കാരങ്ങളുമാണ്. അവിടെ DJ മ്യൂസിക് ഉറക്കം മുഴങ്ങുന്നുണ്ട്. അതിന്റെ താളത്തിൽ ചിലർ ഡാൻസ് ഫ്ലോറിൽ നൃത്തം ചെയ്യുകയാണ്. ചിലർ ചിരിച്ചും സംസാരിച്ചുകൊണ്ടും കയ്യിൽ ഷാമ്പയിൻ ഗ്ലാസ് പിടിച്ചു നിൽക്കുന്നു. വാമികയുടെയും വർഷയുടെയും പ്രിയയുടെയും ഒക്കെ അടുത്ത ഫ്രണ്ട്സാണവർ. ഇതേ സമയം അഞ്ജലി രാധികയും മാത്രം ഒരു ടേബിളിന് ചുറ്റും ഇരുന്നു. വെഡിങ് റിസപ്ഷന് വരാതിരുന്നപ്പോൾ ഞാൻ കരുതി നീ ഈ പാർട്ടിക്കും വരില്ലെന്ന്. പ്ലാൻ മുഴുവൻ നിന്റെയും, ലാസ്റ്റ് പണിയിട്ടുന്ന എനിക്കാണെന്ന് ഓർത്ത് ഞാൻ. എന്തായാലും വയ്യാത്ത കയ്യും നോക്കിയിട്ട് വന്നല്ലോ നീ. വന്നതോ വന്നു. ഇന്നെങ്കിലും ഈ ബഹൻജി ടൈപ്പ് ചുരിദാർ മാറ്റി മോഡേൺ വെള്ളം ധരിച്ചുകൂടായിരുന്നോ? ഇനി ആരെ പ്രീതിപ്പെടുത്താനാ നീ നോക്കുന്നത്? സോറി, ഈ പ്ലാൻ വർക്കൗട്ടാന്ന് വരെ പിടിക്കപ്പെടാതിരിക്കാൻ പഴയ നിഷ്കളങ്ക ഭാവം തന്നെ വേണമല്ലോ നിനക്ക്. നീ ഞാൻ വിചാരിച്ചാലും കൂടിയ ഇനാരാധിക, മുറ്റിയ പകയുള്ള ഇനം. കളിയായും കാര്യമായും ഒക്കെ മനസ്സിൽ തോന്നിയപ്പോൾ രാധികയുടെ മുഖത്ത് നോക്കി തന്നെ അങ്ങ് പറഞ്ഞു അഞ്ജലി. അതേടി, നീ പറഞ്ഞെല്ലാം കറക്റ്റാ. എൻ്റെ കൈ മാത്രമേ ഡാമേജ് ആയിട്ടുള്ളൂ, ബാക്കി ഫുള്ള് പെർഫെക്റ്റാ. സംശയമല്ല ഉണ്ടോ നിനക്ക്? ഒരു സംശയമില്ല. അപ്പം എങ്ങനെ പരിപാടി തുടങ്ങിയല്ലേ? പ്രേമെന്തിനും റെഡിയാ. സിഗ്നൽ കിട്ടിയാ അവനവൻ്റെ പണി തുടങ്ങും. അവളെ റൂമിലെത്തിക്കേണ്ട ഡ്യൂട്ടി ആരെയും ഞാൻ വിളിച്ചാലും അവൾ എൻ്റെ ഒപ്പം വരില്ല. രാധികയുടെ പ്ലാൻ അറിയാവുന്നവൾ അഞ്ജലി പറയുകയാണ്. ശരിയാ, നിന്റെ ഒപ്പം വരില്ല, എൻ്റെ ഒപ്പം വരില്ല. പക്ഷെ വാമിക, അവളുടെ ഒപ്പം അവൾ വിളിക്കുന്നിടത്ത് അവൾ പോവാതിരിക്കുക, അവൾ കൊടുക്കുന്ന വാങ്ങി കുടിക്കാതിരിക്കുക. രാധികയുടെ കൊലച്ചിരി ആ പാർട്ടി ഹാളിൽ ആരും കേൾക്കാതെ അലിഞ്ഞു ചേർന്നു. ഒരു റെഡ് കളർ സ്ലീവ്ലെസ് ഗൗണാണ് ഏകയുടെ വേഷം. ആഡംബരങ്ങൾ തിങ്ങിയ വർക്കുകളൊന്നുമില്ലാതെ സിമ്പിളായ ഒരു നൈറ്റ് പാർട്ടി റെഡ് ഗൗൺ. വാഷ്റൂമിൽ നിന്ന് റൂമിലേക്ക് ഇറങ്ങിയതും വൈരിനെ അവിടെയെങ്കിലും അവൾ കണ്ടില്ല. ചെറുതായൊന്ന് ടച്ചപ്പ് ചെയ്ത് ഒരു റെഡ് കളർ ലിപ്സ്റ്റിക്ക് മാത്രം കട്ടിക്കിട്ട് മുടിയൊന്ന് ചീകി നിവർത്തി തന്നെ ഇട്ടതും ആളുടെ ഒരുക്കം കഴിഞ്ഞു. കൊണ്ടുവന്ന ബാഗിൽ നിന്നൊരു പോയിന്റ് ഹീൽ റെഡ് ഷൂ എടുത്ത് ധരിച്ചുകൊണ്ട് മുറിക്ക് പുറത്തേക്ക് തലയിട്ട് നോക്കിയതും കണ്ടു. മറ്റൊരു റൂമിൽ നിന്നിറങ്ങി കോറിഡോറിലൂടെ നടന്നു വരുന്ന വൈരിനെ. റെഡ് കളർ റൗണ്ട് നെക്ക് ഫുൾ സ്ലീവ് ടീഷർട്ടും വൈറ്റ് ജോഗറുമാണ് അവന്റെ വേഷം. ശരീരത്തിന്റെ ദൃഢത എടുത്തറിയിക്കും വിധം ഫിറ്റായി തന്നെയാണ് ടീഷർട്ട് കിടക്കുന്നത്. പുറത്തേക്ക് തറയിട്ട് തന്നെ തന്നെ നോക്കുന്ന ഏകെ ദൂരെ നിന്നേ വൈര്യം കണ്ടിരുന്നു. നിന്റെ നീരാട്ട് കഴിഞ്ഞോ? നീ ഇറങ്ങി വരുന്ന കാത്തിരുന്നാലേ പാർട്ടിക്ക് പോക്കൊക്കെ ഒരു വഴിയാവും. അതുകൊണ്ടാ ഞാൻ അമ്മയുടെ റൂമിൽ പോയി ഫ്രഷായി ഇറങ്ങിയത്. റൂമിലേക്ക് കയറി മിററിന്റെ അടുത്ത് വന്നിന്ന് തല ഒന്നുകൂടെ ഒന്ന് ചീകി ഒതുക്കി ബാഗിൽ നിന്നും തന്റെ വാച്ച് എടുത്ത് കെട്ടി അവന് റെഡിയായവളെ നോക്കി. എന്താടി ഇമജിമാൻ മറന്ന് നോക്കി നിൽക്കുന്നവളെ കാണെ വളരെ പതിയെ നടന്ന് ആൾക്കടുത്തേക്ക് ചേർന്ന് നിന്നു അവൻ. ഷോൾഡറിന് താഴെ കാണുന്ന നഗ്നമായ വെളുത്ത കൈകളിലൂടെ അവന്റെ ഇരുകൈയുടെയും പുറംഭാഗം തഴുകിയിറങ്ങി. സോ യു ആർ ഫൈൻ വിത്ത് സ്ലീവ്ലെസ് റൈറ്റ്? അവന്റെ ആ ചോദ്യമാണ് ആള് വൈരിനെന്ന മായിക ലോകത്തുനിന്ന് ഉണർത്തിയത്. പിന്നീട് മതിമറന്ന് നോക്കുന്ന ഭാവമൊന്നും ആള് പുറത്ത് കാണിച്ചില്ല. അത്രയ്ക്ക് ഓക്കെ ഒന്നുമില്ല. പിന്നെ വാമി കമ്പനിയിലാന്ന് പറഞ്ഞപ്പോ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്താ. സൂപ്പർ സ്റ്റാർ വാൾഡ്രോബ് നിറച്ചും വെസ്റ്റേൺ വെയർ വാങ്ങിക്കൂടി വെച്ചേക്കുമല്ലേ. ഐ വോണ്ട് ഡിസപ്പോയിന്റ് യു. ഗുഡ് ഗേൾ. അപ്പൊ ഇങ്ങനെ പോവല്ലേ? വേഗം തലയാട്ടി സമ്മതിക്കുന്നവളെ ചേർത്ത് പിടിച്ചുകൊണ്ടാവും റൂം ആക്സസ് കാർഡും എടുത്ത് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. റൂഫ് ടോപ്പിന് മുകളിലെത്തിയതും DJ മ്യൂസിക്കിന്റെ താളം വായുവിൽ പോലും നിറഞ്ഞു നിന്നിരുന്നു. വിടർന്ന കണ്ണുകളോടെ അവയിൽ ആ ഒപ്പിയെടുക്കുന്ന തിരക്കിലാണ് ഏക. അവരവിടേക്ക് ചെന്നിട്ടും ആർക്കും വലിയ മൈൻഡൊന്നുമില്ല. മ്യൂസിക്കിന്റെ താളത്തിനൊപ്പം എല്ലാവരും ചിരിച്ചും സംസാരിച്ചും നിൽക്കുന്നുണ്ട്. ഏക മുഖം ചിരിച്ച വൈരിനെ നോക്കി റെയിലിങ്ങിൽ കൈത്തങ്ങിയെല്ലാം നോക്കി നിൽപ്പാണവനും. ഡു യു ലൈക്ക് പാർട്ടീസ്? ഒരു കള്ളച്ചിരിയോട് അവൻ ചോദിച്ചത് അവളുടെ മനസ്സിലേക്ക് ആദ്യമായി ബാംഗ്ലൂർ പബ്ബിൽ വെച്ച് വൈരിനെ അവ്യക്തമായി കണ്ട രംഗം ഓർമ്മയിൽ വന്നു. ഒരു ചിരിയോട് അവളും ചുറ്റുമൊന്ന് കണ്ണു വായിച്ചു നിന്നു. ഒരു കൂട്ടത്തിനിടയിൽ നിന്നുകൊണ്ട് വാമിക അയക്ക് നേരെ കൈയുയർത്തി കാണിച്ചതും ആൾ വൈരിനെയാണ് നോക്കിയത്. പോയിക്കോ, അവനൊരു ചിരിയോടെ പറഞ്ഞു. ഇല്ലെന്ന പോലെ തലയാട്ടിക്കൊണ്ട് അവൻ്റെ അടുത്തായി തന്നെ അവൾ നിലയുറപ്പിച്ചു. അടുത്തു വന്ന് മൗനമായി നിൽക്കുന്നവളെ അവനൊരു നിമിഷം കണ്ണെടുക്കാതെ നോക്കി നിന്നു. പിന്നെ അതുവഴി പോയ സ്റ്റാഫിനെ കൈകൂട്ടി വിളിച്ച് വൈരിൻ അയാളോട് എന്തോ പറഞ്ഞു. അല്പസമയത്തിനുള്ളിൽ ഒരു ട്രേയിൽ റെഡ് വൈനും ബോട്ടിലും 2 ഭംഗിയുള്ള ഗ്ലാസുകളും കൊണ്ടുവന്ന് അവരുടെ മുന്നിലെ ടേബിളിൽ വെച്ചു. അയാൾ പോയതും വൈൻ മെല്ലെ നടന്നിയെന്ന് ആ ബോട്ടിൽ കയ്യിലെടുത്ത് പതുക്കെ തുറന്ന ശേഷം ഗ്ലാസുകൾ 2ലേക്കും വൈൻ ഒഴിച്ചു. പിന്നീട് അതുമായി ഏകക്കടുത്തായി വന്നിരുന്നുകൊണ്ട് ഒരെണ്ണം അവൾക്ക് നേരെ നീട്ടിയവൻ. കഴിക്കില്ലേ? കഴിച്ചിട്ടുണ്ടല്ലോ. ക്രിസ്മസിന് ന്യൂ ഇയറിനൊക്കെ എവിടുന്നൊക്കെയാ കഴിച്ചിരിക്കുന്നത്. തെല്ലൊരു അഹങ്കാരം പെണ്ണിന്റെ ഭാവത്തിൽ കണ്ടതും ഇവളിത് കഴിച്ചിട്ടുണ്ടാവില്ലെന്ന് താനിൽ വന്നവൻ ആളെ കൂർപ്പിച്ചെന്ന് നോക്കി. നേരത്തെ ഒരു ശബ്ദത്തിൽ ചിരിച്ചുകൊണ്ട് അവന്റെ കയ്യിൽ നിന്നൊരു ഗ്ലാസ് വാങ്ങി അവന്റെ ഗ്ലാസ്സിൽ ചെറുതായി ഒന്ന് മുട്ടിച്ചു വേഗ. ചേഴ്സ്. അതുകൂടി കേട്ടതേ പരിഭവം വന്ന് മൂടി അവനിൽ. ഒരു സിപ്പ് എടുത്തുകൊണ്ട് അവൾ കുടിച്ചിറക്കി അവനെ നോക്കി മിഴികൾ വിടർത്തി.
കൊള്ളാലോ, നല്ല ടേസ്റ്റ് ഉണ്ട് വൈൻ, കുടിച്ചു നോക്ക്. ഓ റിയലി? നോക്കട്ടെ. അടുത്ത നിമിഷം തന്നെ അവളിലേക്ക് ആഞ്ഞുകൊണ്ട് അവൻ അവിടെ ആദരങ്ങൾ ഒന്നാകെ ഒപ്പിയെടുത്തുകൊണ്ടൊന്ന് നുണഞ്ഞു വിട്ടതേ ഉടലാകെ ഒന്ന് വിറച്ചു പോയിരുന്ന അവളുടെ മുഖമുയർത്തി നോക്കിയവനിൽ ഇപ്പോൾ ആ പരിഭവം തീരെയില്ല. അവിടെ തികഞ്ഞ വിജയീഭാവമാണ്. അടുത്ത നിമിഷം തന്നെ അവളിലേക്ക് ആഞ്ഞുകൊണ്ട് അവൻ അവിടെ അധരങ്ങളെ ഒന്നാകെ ഒപ്പിയെടുത്തുകൊണ്ടൊന്ന് നുണഞ്ഞു വിട്ടതേ ഉടലാകെ ഒന്ന് വിറച്ചു പോയിരുന്ന അവളുടെ മുഖമുയർത്തി നോക്കിയവനിൽ ഇപ്പോൾ ആ പരിഭവം തീരെയില്ല. അവിടെ തികഞ്ഞ വിജയീഭാവമാണ്. വായുപൊത്തി ചിരിച്ചവൾ നടന്നുപോയി. കയ്യിലെ വൈൻ ഗ്ലാസ് ടേബിളിന് മുകളിൽ വെച്ച ശേഷം അവിടെ ഇരുന്ന് ടിഷ്യൂ 1-2 കയ്യിലെടുത്ത് അവന് നേരെ വെച്ച് നീട്ടി. സംശയഭാവത്തിൽ വൈരി നോക്കിയതും ആൾ തന്നെ അവന്റെ ചുണ്ടിലൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് ടിഷ്യൂ അവനെ ഉയർത്തി കാണിച്ചു. ചുണ്ടിൽ മുഴുവൻ റെഡ് ലിപ്സ്റ്റിക് അതിന്റെ ക്രഷേ, ആരും കണ്ടില്ല, ബാക്കിയോട് തുടച്ചളഞ്ഞേക്ക്. പെണ്ണിന്റെ മുഖത്ത് ഇനിയും വിട്ടുമാറാത്ത പരിഹാസം കാണി കയ്യിലിരുന്ന ഗ്ലാസ് ടേബിളിലേക്ക് വെച്ചുകൊണ്ട് ആൾക്കടുത്തേക്ക് വന്ന് ടിഷ്യൂ കൈനീട്ടി വാങ്ങിയവൻ യാതൊരു ചിന്തകൾക്കും വഴിയൊടുക്കാതെ ഞൊടിയിടയിൽ അരയിലൂടെ കൈ ചുറ്റി അവളെ വലിച്ച് അവനോട് അടുപ്പിച്ച ശേഷം ടിഷ്യൂ കൊണ്ട് അവളുടെ ചുണ്ടിൽ ലിപ്സ്റ്റിക് മുഴുവനായി അവൻ തുടച്ചു കളഞ്ഞു. കഷ്ടമുണ്ട് കേട്ടോ, പറഞ്ഞു കഴിഞ്ഞില്ല. ഒരിക്കൽ കൂടി അവളുടെ ചുണ്ടോട് ചുണ്ട് ചേർത്ത് ആ തരങ്ങളെ ഒന്നാകെ വൈരി നുണഞ്ഞെടുത്തു. ആദ്യം ഒന്ന് പകച്ചുപോയവൾ കണ്ണുകൾ വിടർത്തി ചുറ്റിലും ഒന്ന് കണ്ണു വായിച്ചു. എല്ലാവരും ഓരോരോ തിരക്കിലാണ്. പ്രായം ചെന്ന് ആരും തന്നെ പാർട്ടിയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുമില്ല. ബാക്കിയുള്ളവരൊക്കെ ഡാൻസും പാട്ടൊക്കെയായി തിരക്കിലാണ്. കൂമ്പി അടഞ്ഞു പോകുന്ന മിഴികളെ വലിച്ചു തുറന്ന് ആൾ ഒരിക്കൽ കൂടി നോക്കിയതും പിന്നീട് കണ്ണുടക്കിയത് അല്പ വെളിച്ചം മാത്രമുള്ള ഒരു ടേബിളിനടുത്തായിരുന്ന് തങ്ങളെ രൂക്ഷമായി നോക്കുന്ന രാധികയിലാണ്. രാധിക തങ്ങളെ കാണുന്നുണ്ടെന്നറിഞ്ഞ നിമിഷം ഏക വലങ്കയാൽ വൈരിന്റെ പിൻതലയിലെ മുടിയകളിലൂടെ വിരൽ കോർത്തു പിടിച്ചുകൊണ്ട് അവനെ തിരിച്ചു ചുംബിച്ചു. അവന്റെ ആവേശം ഒന്നുകൂടി കൂടുന്നതും നാവുകൾ തമ്മിൽ കെട്ടുപിണയുന്നതൊക്കെ അവളും ആസ്വദിച്ചുകൊണ്ടേയിരുന്നു. വൈരിന്റെ മുഖം അല്പം ബലത്തിൽ തന്നെ അവൾ പിടിച്ചുയർത്തി ആ മുഖത്തേക്കൊന്ന് നോക്കി ഏക കലങ്ങി ചുമന്ന കണ്ണുകളും ഏറിയ ശ്വാസവുമായി തന്നെ കൊല്ലുന്ന ഭാവത്തിൽ നോക്കുന്നവനെ കാണേ ആ മുഖം പിടിച്ച് തന്റെ കഴുത്തിലേക്ക് ചേർത്ത് വെച്ചു. അവൾ ഒരിക്കൽ കൂടി അവളെ പിടിമുറുക്കിക്കൊണ്ട് അവൻ ആ കഴുത്തിലൂടെ മെല്ലെ ചുണ്ടുകൾ ഇഴച്ചുകൊണ്ട് കാതിൽ മുത്തി നിന്നു. ഒരിറക്കി കുടിച്ചതല്ലേ ഉള്ളൂ നീ, അപ്പോഴേക്കങ്ങ് ചൂട് പിടിച്ച. ഡു ഇറ്റ് വൈരിൻ പ്ലീസ്. ഓക്കെ ബേബി, നോട്ട് ടുഡേ, ടുമോറോ, ലെറ്റ്സ് വെയിറ്റ്. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.